വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കലിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ് റേറ്റ് കാൽക്കുലേഷൻ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. മിസ്റ്റർ ശ്യാംലാൽ ടുക്ക് എ ലോൺ ഓഫ് ₹2 lakh ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെറുകര ആൻഡ് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഈസ് 84 months. കാൽക്കുലേറ്റ് ദി റേറ്റ് അസ്യൂമിങ് പേയ്മെൻറ്റ്സ് ₹3,300 per month യൂസിങ് അപ്രോപ്രിയേറ്റ് ഫങ്ഷൻ. 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. 84 മാസമായിട്ട് തിരിച്ചടക്കുന്നു. ഓരോ തവണയും തിരിച്ചടക്കുന്ന എമൗണ്ട് 3300 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 3300. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുക. ആദ്യം എൻപർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. 84 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ ഒരു ലോൺ നമ്മൾ തിരിച്ചടക്കുന്നത്. നെക്സ്റ്റ് പി എം ടി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. അത് 3300 ആണ്. അത് -3300 എന്ന് എൻ്റർ ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആയതുകൊണ്ട്. പി വി പ്രസൻറ്റ് വാല്യൂ ഓഫ് ലോണിൻ്റെ ഇപ്പോഴത്തെ വില 2 lakh റുപ്പിയാണ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ലോൺ 0. ഫ്യൂച്ചറിൽ അതിൻ്റെ വില 0 ആയിരിക്കും. 84 ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണിൻ്റെ വില 0 ആയിട്ടാണ് നിൽക്കുക. ടൈപ്പ് എന്ന് പറയുന്നത് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുമ്പോൾ ആദ്യം നമുക്ക് മന്ത്ലി റേറ്റ് ആയിരിക്കും കിട്ടുക. അതിനെ ഇയർലി ആക്കാൻ വേണ്ടി 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നില്ല, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മന്ത്ലി റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈക്വൽ ടു റേറ്റ്. അതിൻ്റെ സിൻറ്റാക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. റേറ്റ് ആദ്യം എൻപർ ആണ്. എൻപർ എന്ന് പറഞ്ഞാൽ 84 ആണ്. ദാറ്റ് ഈസ് B1 പറയുന്നുണ്ട്. കോമ പേയ്മെൻറ്റ് എമൗണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് -3300, പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, ടൈപ്പ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റാണ് ലഭിക്കുക. കാരണം നമുക്ക് എൻപർ എന്ന് പറയുന്നത് മന്ത്ലിയാണ്, മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റേറ്റ് ഇവിടെ കിട്ടുന്നത് മന്ത്ലി ആയിരിക്കും. ഇപ്പോൾ 0.82% പെർ മന്ത്. അത് ഇയർലി ആക്കാൻ വേണ്ടിയിട്ട് അതിന് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് 2 തവണയായിട്ട് ചെയ്യുന്നതിന് പകരം ഒറ്റ തവണയായിട്ട് ഇവിടെ തന്നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ 9.80 ആണ് ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഈ ഒരു സിമ്പിൾ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.